വചനമൊഴി മാർച്ച് 19. വചനഭാഗം 2 കോരിന്തോസ് 10:3-11, മത്തായിയുടെ സുവിശേഷം 1:18-25. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ യൗസേപ്പിൻ്റെ വിശ്വാസവും അനുസരണവും ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിലൂടെ തിരുവചനം പറയുന്നു: ഞങ്ങൾ ശരീരത്തിൽ ജീവിച്ചാലും ശരീരപരമായ യുദ്ധം നടത്തുന്നില്ല. ഞങ്ങളുടെ യുദ്ധായുധങ്ങൾ ദൈവിക ശക്തിയുള്ളവയാണ്. വിശ്വാസികളുടെ പോരാട്ടം മനുഷ്യരോടുള്ളതല്ല, അത് പാപത്തോടും ദുർബലതകളോടുമുള്ള ആത്മീയ പോരാട്ടമാണ്. ഈ സത്യം യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം വ്യക്തമായി കാണുന്നു. മറിയം ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞപ്പോൾ യൗസേപ്പിതാവ് വലിയ ആന്തരിക സംഘർഷം അനുഭവിച്ചു. എന്നാൽ മനുഷ്യരീതിയിൽ പ്രതികരിക്കാതെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. സ്വപ്നത്തിൽ ദൈവദൂതൻ പറഞ്ഞതുപോലെ അദ്ദേഹം വിശ്വാസത്തിൻ്റെ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചു. യൗസേപ്പിതാവിൻ്റെ ആയുധങ്ങൾ നിശബ്ദമായ പ്രാർത്ഥന, ദൈവത്തിൽ വിശ്വാസം, ദൈവവചനത്തോടുള്ള അനുസരണം എന്നിവയായിരുന്നു. ആത്മീയമായ പോരാട്ടം ജയിക്കുന്നതിന് മനുഷ്യബലമല്ല, ആത്മീയ വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവിക പദ്ധതിയോട് അനുസരിച്ച മനുഷ്യനാണ് മാർ യൗസേപ്പ് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൗസേപ്പ് ഉണർന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. യൗസേപ്പിതാവിൻ്റെ മഹത്വം അതാണ്. ദൈവം പറഞ്ഞു, അവൻ അത് നിർവഹിച്ചു. സുവിശേഷങ്ങളിൽ യൗസേപ്പിതാവിൻ്റെതായി ഒരു വാക്കുപോലും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അവൻ്റെ ജീവിതം വചനപ്രഘോഷണമാണ്. മറിയത്തെയും ശിശുവിനെയും സ്വീകരിച്ച് സംരക്ഷിച്ചു. ദൈവപുത്രനെ മാനുഷികമായി വളർത്തി തൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച യൗസേപ്പിതാവ് അനുദിന ജീവിതത്തിൽ നമുക്കും മാതൃകയും മധ്യസ്ഥനുമാണ്. നമ്മുടെ അനുദിന ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അത് വിശുദ്ധമായി മാറുന്നു എന്നാണ് യൗസേപ്പിതാവിൻ്റെ ജീവിതം നമ്മോട് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ സമൂഹത്തിലും കുടുംബങ്ങളിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, കുടുംബ കലഹങ്ങളാകട്ടെ, വിശ്വാസത്തിൻ്റെ ക്ഷയം അനുഭവിക്കുന്നതാകട്ടെ, ഈ സാഹചര്യത്തിൽ യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ കേൾക്കുന്നവരായി മാറുക, കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നവരാകുക, നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്ന വിശ്വാസിയായിരിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, യൗസേപ്പിതാവിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കുവാനും കുടുംബത്തെയും സമൂഹത്തെയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.